ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ ഏറെക്കുറെ മനസ്സിലായിണ്ടാവും, നമ്മളൊരു കുഞ്ഞ് വളകാപ്പ് പരിപാടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ബാനർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കളറാണ്. ഇനി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല, ജസ്റ്റ് തട്ടിക്കൂട്ടിന്ന് ചെയ്തതാണ്. രാത്രി നമ്മൾ ഏറെക്കുറെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ എണീറ്റു. ഏറെക്കുറെ മേക്കപ്പൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ആരുടെ ചെറിയ ഡെക്കറേഷൻ പണിയിലാണ്. നമ്മളത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും മേക്കപ്പ് ചെയ്യട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ അതാ വളകാപ്പ്. പിന്നെ 2 കുഞ്ഞിക്കാലും അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയായോ? സൂപ്പർ. അതികൂടി നീറ്റ് വന്നു, റെഡി ആവാൻ പോവാണ്. ചെറിയ പനിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്, അപ്പോൾ അത് മരുന്ന് കുടിക്കേണ്ട പരിപാടിയിലാണ്. ഭാരതീൻ്റെ കലാവിരുദ്ധാണ് ചന്ദനം വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡി ആയിട്ടോ. ഇതാണ് സാരി, ബ്ലൗസ് എല്ലാം ലാസ്റ്റ് വെച്ച് തട്ടിക്കുട്ടിയതാണ്. ഇതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കൊള്ളാമല്ലേ? അപ്പോൾ നമ്മളിനി ഇവിടെ അടുത്ത് അമ്പലമുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് വന്നിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കും. ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് കാണാൻ നമ്മൾ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ അതാ നമ്മൾ അമ്പലക്കുളത്തിൻ്റെ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ നിറയെ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇവിടെ അമ്പലം ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്ര അമ്പലം ഞാനും കണ്ടിട്ടില്ല ഇവിടെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിയോണ്ട് വെയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ നേരെ നമ്മളെ മുഖത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല അവിടെ. പക്ഷെ എന്നാലും എടുത്ത ഫോട്ടോ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം കുറച്ച് സിംഗിൾസും, പിന്നെ ഞങ്ങൾ 3 പേരുള്ളതും, പിന്നെ അനുവാരതിയും മനു, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല, അമ്മ വീട്ടിലായിരുന്നു. അപ്പം നമ്മൾ ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ആദിക്കുട്ടൻ കുറച്ച് വാശിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സിംഗിൾ നമുക്ക് അധികം കിട്ടിയില്ല കേട്ടോ. ഞങ്ങളെ കൂടെയുള്ള ഫോട്ടോസ് ഞാനും അവനുള്ളത്, അതുപോലെ ഏട്ടനും അവനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഒറ്റയ്ക്കുള്ളത് ഈ ഡ്രസ്സിൽ ഞാൻ കുറച്ച് നല്ല ഭംഗി, നല്ല പോസിലൊക്കെ എടുപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും കുറച്ച് വാശിയിലായിരുന്നു. കാരണം അവൻ എൻ്റെ കൂടെ എല്ലാ ഫോട്ടോയിലും നിൽക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് വാശിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഒരു ചെറിയ പനീൻ്റെ ഇതുള്ളതുകൊണ്ട് പിന്നെ വല്ലാണ്ട് നിർബന്ധിച്ച് അങ്ങനെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെയൊക്കെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടേ, ആദ്യം മാറിയാലേ ഉള്ളൂ അടുത്ത ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളങ്ങനെ പ്ലാൻ ചെയ്യാതെ പോയതുകൊണ്ട് പോസുകളും പ്രത്യേകിച്ച് അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് വേഗം കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഫോട്ടോ എടുക്കണ കുട്ടി അത് അനിയത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവനെയാണ് സ്ഥിരം നമ്മുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറ്. അപ്പോൾ അവനും തന്നെ അന്ന് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് നേരത്തെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡാക്കി ചെയ്യണം. കാരണം വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് ഫോട്ടോസ് എടുത്തൊക്കെ ഷെയ്ഡ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം സിംഗിൾസും അങ്ങനെ എല്ലാം എടുക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോ എടുക്കേണ്ട ഇടയിൽ ആരതിയോ ആരൊക്കെയോ അങ്ങനെ കുറച്ച് കട്ട് പീസുകളൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മാക്സിമം വെയിലില്ലാത്ത സൈഡുകൾ ഒക്കെ നോക്കി അവിടെയും ഇവിടെയൊക്കെ പോയി ഇരുന്നും നിന്നും ഒക്കെ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയില്ല, അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ കുറേ ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടി, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചുകൊണ്ട് ഈ സാരി ഉടുക്കാൻ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ചെരുപ്പിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു ഇതിലായിരുന്നു. പക്ഷേ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനൊരു വൃത്തികേടൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഭംഗി. പിന്നെ ഓൾറെഡി വളകാപ്പ് എന്ന് പറയുമ്പോൾ വയറുള്ള ഫോട്ടോ ആവുമല്ലോ, അതുകൊണ്ട് പിന്നെ ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അന്ന് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണെങ്കിലും കുറേ ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഏട്ടൻ്റെയും ചെക്കൻ്റെയും ഡ്രസ്സ് നമ്മൾ ഒരേപോലെ ചെയ്യിച്ചതാണ് കേട്ടോ. ആ സെയിം പീസ് വെച്ചിട്ട് തന്നെയാണ് ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏറെക്കുറെ നമ്മൾ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും അവിടുന്ന് ഏട്ടൻ്റെ അമ്മയും ഏട്ടൻ്റെ ചെറിയ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ തലേ ദിവസമാണ് ഞാൻ ഇവരുടെ അടുത്ത് പറയണത് നാളെ ഇങ്ങനെ ജസ്റ്റ് എടുത്താലോ എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ്റെ വലിയ പെങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ ഇത്ര പേരേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. ജസ്റ്റ് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ജസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് പലഹാരങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അങ്ങനെ എടുത്താണ്. പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോസ് അധികം എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോസ് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും കുറച്ച് നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസ് കാണാൻ. സിംഗിൾസ് ആയാലും പിന്നെ 1-2 വീഡിയോസ് എടുത്തു. നമ്മൾ റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇതൊക്കെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം പിടിച്ചിട്ട്, കാരണം ആരെടുത്തും പ്രത്യേകിച്ച് അങ്ങനെ കളർ മാച്ചാക്കാൻ ഡ്രസ്സൊന്നും ഉണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് പിങ്കും ഗ്രീനും മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റി ഓരോരുത്തർ പിങ്കോ ഗ്രീനോ ഏതാ വെച്ചിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു അവർ. ഇതിൽ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ അമ്പലമൊക്കെ ഒരെണ്ണം പിടിച്ചിട്ടൊക്കെ ഉള്ളത്, ആദ്യക്കുട്ടൻ കൊണ്ടുത്തരുന്നത്, അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മളെടുത്ത ഫോട്ടോസ്, അതൊക്കെ നല്ല ഭംഗിയുള്ള ഫോട്ടോസായിരുന്നു. ഇനിയും കേട്ടോ കുറേ ഫോട്ടോസ്. ഞാൻ ഇതിൽ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വളകാപ്പ് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ വളകാപ്പ് നടത്തി കുറച്ച് കഴിഞ്ഞിട്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ ബേബി ഷവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞിപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ വീഡിയോ നമ്മൾ വൈകാതെ ഇടാം. പിന്നെ മിക്കവാറും വീഡിയോ ഇടുന്ന സമയമൊക്കെ ആകുമ്പോഴെനിക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും വീഡിയോ ഒക്കെ ഇടുന്നുണ്ടാവുക. പിന്നെ എന്താ വെച്ചാൽ ആദ്യത്തെ വളകാപ്പ് ഇതുപോലെ, പക്ഷെ അതിന് ഇതിലേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് അവിടെ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങൊക്കെ ഉണ്ടാവുമല്ലോ ഫസ്റ്റത്തെ ആകുമ്പോൾ. പിന്നെ സെക്കൻഡ് ആയതുകൊണ്ട് പിന്നെ ഓൾറെഡി എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ച് ഭംഗിയുള്ള ഫോട്ടോസ് എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.